അഭിനന്ദ സദസ് രചകനെ സ്വീകരിക്കാനെത്തിയ നിങ്ങൾക്ക് ഏവർക്കും വള്ളുവനാട് നാഥം കമ്മ്യൂണിക്കേഷൻസിന്റെ ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങൾ. പ്രിയരെ, തൃശൂർ മണലൂർ ശ്രീശബരി റോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടന്ന അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഏറ്റവും മികച്ച നാടകം, മികച്ച ജനപ്രിയ നാടകം, ഏറ്റവും മികച്ച നാടക രചന എന്നിങ്ങനെ 3 അവാർഡുകൾ രചകൻ കരസ്ഥമാക്കിയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് അടുത്ത പല്ലിന് നാദം നാടകം ആരംഭിക്കുന്നു. നാദപ്രവാഹമേ, പ്രപഞ്ചമാദ്യമുണർത്തിയ പ്രണവാകാശസ്വരൂപമേ, ആദിവചനാമൃത ദേവസംഗീതമേ, പരമാണുവിൽ പരകോടി ജീവതാളങ്ങളിൽ അനാദിമധ്യാന്ത സാഗര വീജിയിൽ ആയിരം നാവുള്ള സാന്ധ്യമൗനങ്ങളിൽ മനുഷ്യമഹാവർഗ സർഗോത്സവങ്ങളിൽ ഉണരൂ സ്നേഹനാദമാ, കാലനാദമാ, ജീവിതനാദമായി നാദപ്രവാഹമേ, നാദപ്രവാഹമേ, നാദപ്രവാഹമേ. ഈശ്വര, പുലരാൻ ഇനി ഏറെ നേരം ഉണ്ടാവില്ലെന്നാ തോന്നണേ. എന്തൊരു രാത്രിയാ കഴിഞ്ഞത്. കുറുക്കന്മാരുടെയും കുറുനരികളുടെയും ഓരി ഒച്ച ഇത്ര നേരം വരെ കേൾക്കായിരുന്നു. ഇരുട്ടത്തൗത്യങ്ങളോട് തീക്കണ്ണ് കണ്ട് ഞാൻ എന്തുമാത്രം പേടിച്ചെന്നോ. ദൈവാധീനം കടിച്ചു കയറില്ല. പേടിപ്പിക്കുന്ന മറ്റെന്തൊക്കെയോ ശബ്ദങ്ങള് ഞാൻ കേട്ടിരുന്നു. തമ്പുരാട്ടി, എത്ര മനുഷ്യക്കുരുതികൾ നടന്നിട്ടുള്ളതാ ഈ കരിമന കൂട്ടിൽ ഒറ്റപ്പാല ചോട്ടിൽ. എന്റെ അതിശയം അതല്ല, ഈ കാളരാത്രിയിലും എന്റെ തമ്പുരാട്ടി സുഖമായിട്ട് ഉറങ്ങിയെന്നുള്ളതാ. തമ്പുരാട്ടി ഇപ്പോഴും ഉറങ്ങ? പാവം, കോലോത്തെ രാമച്ചക്കട്ടിലിൽ മാത്രം കിടന്നുറങ്ങിയിട്ടുള്ള എന്റെ തമ്പുരാട്ടി ഇപ്പോ സങ്കടങ്ങൾ നിറഞ്ഞൊരു പകലിലേക്ക് വിളിച്ചുണർത്തണേന്നറിയാം. എന്നാലും ഈ കിടപ്പ് എനിക്ക് കാണാൻ വയ്യ. തമ്പുരാട്ടി എനിക്ക് തൊട്ടപ്പുറത്തെ നീർച്ചോലയുണ്ട്. തമ്പുരാക്കളെത്തും മുൻപ് പ്രഭാത കൃത്യങ്ങൾ എന്തൊക്കെ നടത്തിയിട്ട് തമ്പുരാക്കന്മാർ വിധിക്കണ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിക്കോളൂന്ന് അല്ലേ തമ്പുരാട്ടി? തമ്പുരാട്ടി നിന്നും ഇനി എന്നെ വിളിക്കണ്ട. ഇല്ലത്തുനിന്ന് ഭ്രഷ്ട് ചൊല്ലി പടയിറക്കത്തോടെ തീർന്നു തമ്പുരാട്ടി സ്ഥാനം. ഇപ്പൊ തമ്പുരാക്കന്മാർ വിധിക്കണ അവസാന ശിക്ഷയും ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്ന ഈ കുറ്റക്കാരി പെണ്ണിനോട് ഇത്ര തന്നെ ദയ കാണിക്കേണ്ട കാര്യമില്ല. ശരിക്കറിയോ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി. കോലത്ത് കിടപ്പുമുറിയിൽ വീർപ്പുമുട്ടലില്ലാതെ, എന്റെ നമ്പൂരിയുടെ കാറിയ എണ്ണച്ചൂരും മുറുക്കാവുന്നതും ഇല്ലാതെ ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഉറക്കത്തിലൊരു അലോസരം ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രതി തമ്പരാക്കളാൽ കൊല്ലപ്പെട്ടിരിക്കാനിടയുള്ള ആ പാവ അൽക്കാരനോടത്തുള്ള സങ്കടം കൊണ്ടാ. അവരിപ്പോ കൊന്നു കാണുമായിരിക്കുമല്ലേ അയാളെ? അറിയില്ലേ തമ്പുരാട്ടി, എന്തായാലും ചെറിയ തെറ്റല്ലല്ലോ അവൻ ചെയ്തത്. തമ്പുരാട്ടിയുടെ കിടപ്പുമുറിയിൽ കയറി, അതും തുണി അലക്കുന്ന ഒരു വെളുത്താട് ചെയ്തത് തെറ്റന്നെയാ എന്ന് നീ തീർപ്പേൽപ്പിച്ചോ? എന്നാൽ എനിക്കതിൽ തെറ്റായി തോന്നിയിട്ടില്ല. അന്നും ഈ നിമിഷത്തിലും മനസ്സാൽ ഇഷ്ടമല്ലാത്തൊരു തമ്പുരാനെ എങ്ങനെയൊക്കെയോ വേളിയാകേണ്ടി വന്നു. വൃദ്ധനും മാനസികനുമായ അയാൾക്ക് കിടപ്പറയിൽ ഒരു കാരണം മാത്രമായിരുന്നു ഞാൻ. എന്നാൽ അവൻ
ആഞ്ഞൽക്കി പേശി വെച്ച ശരീരം, വിനീതനായി തലകുനിച്ച് നിൽക്കുമ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പൗരുഷം, കണ്ണുകളിൽ ആർദ്രത, വാക്കിൽ നിറഞ്ഞു വഴിയുന്ന സ്നേഹം. മോഹം കൊണ്ടാ ഞാൻ അവനെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ മോഹസാധനങ്ങൾക്ക് മുമ്പ് പിടിക്കപ്പെട്ടു. തമ്പുരാട്ടി എത്ര നിസ്സാരമായിട്ട് പറയുന്നത്. ഒട്ടും പാവപ്പോന്ന് തോന്നണില്ലേ തമ്പുരാട്ടിക്ക്? വേളി കഴിച്ച പുരുഷൻ പരിസ്ത്രീകളെ തേടിപ്പോകുന്ന നിഷിദ്ധമല്ലെങ്കിൽ അകത്തുള്ള ഒരു അടുക്കുള്ള പുരുഷനെ കിടപ്പായിലേക്ക് ക്ഷണിച്ചാൽ അതെങ്ങനെ പാപമാകും ചെയ്തത്? എന്തോ വരാൻ പോകുന്ന കാര്യങ്ങളോർത്ത് എനിക്ക് പേടിയാവുക. പേടിയല്ല തമ്പുരാട്ടി, സങ്കടം. നീ എന്തിനാ എന്നോട് സങ്കടപ്പെടണം? സന്തോഷിക്ക്. നിന്നെ ഒന്ന് ദ്രോഹിച്ചിട്ടുള്ള ഈ തമ്പ്രാട്ടി തല മുണ്ടനം ചെയ്ത് തമ്പ്രാക്കിൽ നിന്ന് ചുട്ടുവിട്ടു. പിന്നെ ആടുത്തത്തിന്റെ ആടയാഭരണങ്ങൾ ഉരിഞ്ഞു മാറ്റും. ചിലപ്പോ ഈ ഒറ്റപ്പാലി ചൂട്ടിലെ കരിങ്കൽ തറയിൽ വെച്ച് കാളി ചെവിക്ക് കുരുത്തി എന്ന് പറഞ്ഞവരെന്റെ കഴുത്ത് വിട്ടു. തമ്പുരാട്ടി, ഈ ഉള്ള ഒരു കാര്യം പറയട്ടെ. തമ്പുരാക്കളും കാവിൽ നിന്ന് നായന്മാരും വെക്കും മുൻപ് തമ്പുരാട്ടി അങ്ങോട്ട് ഇനി ഓടി രക്ഷപ്പെട്ടോ? കാവിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയെന്ന് കള്ളം പറഞ്ഞോളാം. അതിന്റെ പേരിൽ അവരെന്നെ കൊന്നാലും വേണ്ടില്ല. എന്നെ തമ്പുരാട്ടി അങ്ങോട്ട് ഇനി ഓടി രക്ഷപ്പെടും. പേടിച്ച് ഒളിച്ചോടാനോ? അങ്ങനെ പേടുള്ള ഒരു പെണ്ണായിരുന്നു ഞാനെങ്കിൽ അലക്കുകാരനെ ഞാൻ എന്റെ കിടപ്പാളിലേക്ക് വിളിച്ചു കയറ്റുമായിരുന്നില്ല. തമ്പുരാട്ടി അവര് വരുന്നുണ്ടെന്ന് തോന്നണ. വരട്ടെ, തമ്പ്രാക്കളെ ചിത്രാവധി കണ്ടറിയാലും നിൽക്കും. എനിക്ക് അനുഭവിച്ചു. തമ്പുരാട്ടി കരിമ്പനക്കൂട്ടിനപ്പുറത്തെ ചോലയിൽ നിന്നും രാത്രിയിൽ ഇവിടെ വെള്ളം കുടിക്കാൻ കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. പിന്നെ പുലികളുടെയും നരികളുടെയും വിഹാരരംഗം. പക്ഷേ ഹിംസ്ര ജന്തുക്കളുടെ പല്ലും നകത്തിന്നും കാട്ടാന കൊമ്പിന്നും വരെ ഭഗവാൻ ഇവളെ കാത്തു സൂക്ഷിച്ചു നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയോ? ഇവളുടെ വിധി നടപ്പിലാക്കാനുള്ള അവകാശം ഭഗവാൻ ശാസ്ത്രികൾക്ക് തന്നിരിക്കുന്നു. ഇന്ന് 24 നാഴിക പുലർന്നത് മിഥുനം രാശിക്ക് മുമ്പ് ശിക്ഷ നടപ്പാക്കണം. യാദമൂർത്തി തീരുമാനമെടുക്കാൻ തന്നെയല്ലേ ശാസ്ത്രികൾ വന്നിരിക്കണേ, പിന്നെ തനിക്ക് എന്തിനാത്ര ധൃതി? ഓ ക്ഷമ, തന്റെ ഒടുക്കത്തെ ക്ഷമ. ഇതിന് ക്ഷമ എന്നല്ല, ആണത്തമില്ലായ്മ എന്നാ പറയാ. അതുകൊണ്ടായിരിക്കും അന്തർജനം അന്തിക്കൂട്ടിന് ഒരു അലക്കുകാരനെ തന്നെ തേടിയത്. യാദമൂർത്തി ശവത്തി കുത്താതടോ. ഓ അപ്പൊ താൻ ഒരു ശവാന്ന് താനും സമ്മതിക്കുന്നു. തന്റെ സ്ഥാനത്ത് നോമായിരുന്നെങ്കിൽ വെട്ടി കീറിയനെ ഇവിടെ. വെട്ടിക്കീറി ശിക്ഷ നടപ്പാക്കാൻ താൻ പ്രാപ്തനാണെങ്കിൽ പിന്നെ നോനെ കൊണ്ട് ക്ഷണിച്ചു പറ്റുന്ന കാര്യമില്ലല്ലോ. സ്ത്രീകളെ ഞാൻ ആ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നോൻ ഇവളോട് ചെന്ന് ചോദിച്ചറിയാനുണ്ട്. ആ താനങ്ങോട്ട് പോയിക്കോളുക. കുട്ടി ഇങ്ങോട്ട് മാറി നിൽക്കാൻ കേട്ടെ. ശ്രീമാതി എന്തർശനം എന്നാണ് പേര് അല്ലേ? ഈ നിൽക്കുന്ന ആതിരമ്പറ്റ തമ്പുരാൻ എന്നെ വേലി കഴിച്ച പുരുഷനാണ് അല്ലേ? എന്നിട്ടും നിങ്ങൾ ഒരു പരപുരുഷനെ, അതും കീഴ്ചാടിക്കാരനായ ഒരു അലക്കുകാരനെ സഹസായത്തിന് ക്ഷണിച്ചു എന്ന് പറയുന്നത് നേരാണോ? ചോദിച്ചു കേട്ടില്ലേ? നേരാണോ? അല്ലറണ്ട, അറിഞ്ഞത് നേരാണ്. നേരാണെന്ന് എന്തൊരു ധൈര്യം, അഹങ്കാരം. തലയർത്ത് കാളിക്ക് ബലി കൊടുത്തോട്ടെ ശാസ്ത്രികളെ. മൂർത്തി പറയാ കുട്ടി, എന്തിനാണ് ഈ അടച്ചു ചെയ്ത്? എന്താ ഒന്നും മിണ്ടാട്ട്? ചോദ്യം അങ്ങനെ മനസ്സിലായില്ലാന്നുണ്ടോ? പറയാ. എന്തിനാ ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി ശാസ്ത്രികൾക്ക് അതൊരു പക്ഷെ മനസ്സിലാക്കണമെന്നില്ല. പിന്നെ ഭർത്തൃമതി ഞാൻ എന്തിനും മറ്റൊരുവനെ കാമിച്ചെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന എന്റെ ഭർത്താവ് എന്ന് പറയുന്ന തമ്പുരാൻ അതൊരു കുറച്ചിലാവും. കുറവുണ്ട് അർത്ഥം. അതെന്താ അങ്ങോട്ട് പറയാ? തേച്ചുപൊളിക്ക് എന്നൊക്കെ ഉടുക്കാൻ പടവയ്ക്കും കുറവരുത്തിട്ടില്ല, ഏനേറ്റുള്ളതാണ് അന്നത്തിനും കുറവരുത്തിട്ടില്ല, പിന്നെ ആണെന്ന നിലയ്ക്ക് കിടപ്പറയിലും കുറവരുത്തിട്ടില്ല എന്നാണോ അവന്റെ വിശ്വാസം. പിന്നെ എന്തിനായിരുന്നു നിനക്ക് കുറവ്? സ്നേഹത്തിന്, സ്വാതന്ത്ര്യത്തിന്, പിന്നെ എന്നോടൊപ്പം മന്ദിറങ്ങുന്ന ഭർത്താവിന് പലപ്പോഴും അടിയാത്തി പെണ്ണുങ്ങളോട് ചേർമണം ഉണ്ടായിരുന്നു. അതിനേക്കാൾ നല്ലത് ഒരു അലക്കുകാരന്റെ വിഴുപ്പ് മണമാണെന്ന് എനിക്ക് തോന്നി. കേട്ടില്ല ധിക്കാരം. തുംസലി എന്നിവർ സ്വയം സമ്മതിക്കുന്നു. ഇനിയും എന്തിനാണ് ശാസ്ത്രികളെ കാത്തു നിൽക്കുന്നത്? ഒരു അഭിസാരികയ്ക്ക് വേദങ്ങൾ വിധിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് പറയും. പരപുരുഷനെ കാമിച്ച ഭർത്തൃമതിക്ക് 21 നരകങ്ങളിൽ ഒന്നായ അന്ധതാമിഷമാണ് ഭാഗവതം വിധിക്കുന്നത്. പക്ഷേ അത് മരണാനന്തര വിധിയാണ്. പിന്നെ സാമുദായിക നീതി അനുസരിച്ച് എന്ത് ശിക്ഷ വിധിച്ചാലും അതിന് വധം വരില്ല കിരാണമൂർത്തി എന്ന് വെച്ചാ ശ്രീഹത്യ പാപാണ്. പിന്നെ എന്ത് ശിക്ഷയാണ് തേപിടിച്ചിരിക്കുന്നത്? സാമുദായിക നീതി അനുസരിച്ച് നമ്മളിവിടെ ഇല്ലത്തൂന്ന് ഭ്രഷ്ട് ചൊല്ലി. നീ നാട്ടുനീതി അനുസരിച്ച് ഈ ഗ്രാമവും 4 ദിക്കിലെ 7 ഗ്രാമങ്ങളും തീണ്ടാൻ അനുവദിക്കാതെ നിന്റെ എന്ന് ഗണിച്ച് നാടങ്ങോട് കടത്തുക. ആ എന്താ ആദ്യം പക്ഷേ അതുപോലെ മതി ശാസ്ത്രികളെ പൊക്കോള. കൺവട്ടത്ത് കാണാത്ത ഏതെങ്കിലും ദിക്കി പോയി സുഖമായിട്ട് വാങ്ങൂല. അന്തി കൂട്ടിന് ഇനി ആളുകളെ ഏറെ കിട്ടും. ആദിനം പറ്റി ഇല്ലത്തെ ആടയാഭരണങ്ങളൊക്കെ ഇവിടെ അഴിച്ചേൽപ്പിച്ചിട്ട് മതി യാത്ര. അഴിച്ചെല്ലാം തമ്പുരാന്റെ കാഴ്ചയില്ല.
മാനമില്ലാത്തവർക്ക് ഇനി എന്തിനായി മറക്കൂടാ? ആദ്യം പറ്റി തമ്പുരാന്റെ ആഭരണങ്ങളെല്ലാം അഴിച്ചു തരാം. പക്ഷേ ആഭരണങ്ങൾക്കൊപ്പം അഴിച്ചു തരാനാവത്ത ഒന്നും കൂടി നിങ്ങളുടെ കയ്യിൽ. എന്റെ വയറ്റിൽ വളരുന്ന 1.5 മാസം പ്രായമായി നിങ്ങളുടെ കുഞ്ഞ്. പതറി, ആദരം പറ്റ പതറി. എടോ ശുംഭം തമ്പുരാനെ, ഇവളുടെ വാക്കിന് വില കൊടുക്കണോ താൻ? തനിക്ക് പറയാൻ പറ്റുള്ളൂ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തന്റേതാണെന്ന്? ഈ നിൽക്കുന്ന വേദജ്ഞനായ ശാസ്ത്രികൾക്ക് പറയാൻ പറ്റൂ. സാക്ഷാൽ ഈശ്വരന് മാത്രമേ അത് അറിയൂ. ഇനി ഒരു നേര് പറയട്ടെ, നോനുണ്ടായിരുന്നു നിന്നിലൊരു കൊതിക്കണ്ണ്. പക്ഷെ അശുദ്ധയായ നിന്നെ ഇനി നോന് വേണ്ട. ഒറ്റപ്പാലച്ചുവട്ടിലെ ഭദ്രകാളിക്ക് ഒരു അഭിസാരികയുടെ രക്തവും വേണ്ട. പക്ഷേ ഇന്നിവിടെ ഒരു കുരുതി നടക്കും. ഇവൾ കാണിച്ച അലക്കുകാരന്റെ ഉടലും തലയും ഈ പാലച്ചുവട്ടിൽ അച്ചു വീഴും. ബലി നൽകാനെന്നും മൃഗങ്ങളാണ് ഉത്തമം. ബ്രാഹ്മണ സ്ത്രീയെ മോഹിച്ച മൃഗതുല്യനായ കീഴ്ജാതിക്കാരന്റെ ചോര കൊണ്ട് തർപ്പണം നടത്തണം ഭദ്രകാളിക്ക്. കൊണ്ടുപോവനെ. ഇവനാണ് ശാസ്ത്രികളെ ആ കാന്തദേവൻ. ഇവനാണോ ആ നീചൻ? ഏത് നികൃഷ്ടനാണ് നിനക്ക് ജന്മം തന്നതാണ്? എന്താണ് എന്റെ പേര്? ഞാൻ രചകൻ. ജന്മം തന്നത് ആരെന്നറിയില്ല. അലക്കുകാരായ ഒരു അച്ഛനും അമ്മയും വളർത്തി. പക്ഷേ ഈ നികൃഷ്ട ജന്മത്തിന്റെ പാപങ്ങൾക്ക് ആ പാവങ്ങൾ കാരണക്കാരല്ല. ചെയ്യണ ജോലിക്ക് ഒരു പണം കൂടുതലേ നാം എന്നും നിനക്ക് തന്നിട്ടുള്ളൂ. ഓണത്തിനും വിഷുവിനും എടുക്കാൻ കോടി, എന്നിട്ടും നീ എന്നെ ചതിച്ചൂല്ലേ? മനുഷ്യനല്ലേ തമ്പുരാനെ, മനസ്സൊന്ന് പിഴച്ചുപോയി. മാപ്പ്. ഓ, മാപ്പ് പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചല്ലോ. അതിന് പകരമായി ശിക്ഷയിൽ ചെറിയൊരു ഇളവ് തരാം നിനക്ക്. ഒറ്റ വെട്ടിന് കഥ കളിച്ചോളാം നിന്റെ. ഈ പാവത്തിന് എന്തിനു കൊല്ലണം? ഞാൻ മാത്രം തെറ്റുകാരി എന്നും അടിച്ചു മാറുന്ന രചകനെ ഞാൻ എന്നിലേക്ക് അടുപ്പിച്ചത്. നിങ്ങളും എന്റെ ദേഹത്ത് സ്പർശിച്ചില്ല പാവം. തമ്പുരാട്ടി എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കണ്ട. കള്ളം പറഞ്ഞാണ് വിളിച്ചതെങ്കിലും ഞാനും തമ്പുരാട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നേരാ. അലക്കാൻ കൊണ്ടുപോകുന്ന തമ്പുരാട്ടിയുടെ വാസന തൈലത്തിന്റെ മണമുള്ള വസ്ത്രത്തിൽ പലവട്ടം മുഖമമർത്തിയിട്ടുണ്ട് ഈ രചകൻ. കീഴ്ജാതിക്കാരനായ ഒരുത്തനെ തല്ലി അശുദ്ധമാക്കണോ കയ്യ്? ചാകും മുമ്പിന് എന്തെങ്കിലും പറയാനുണ്ടോടാ നിനക്ക്? പറയാൻ ഇനി ഒന്നേ ഉള്ളൂ, തെറ്റ് പറ്റിപ്പോയി. അടിയനെ കൊല്ലരുത്, അടിയനെ കൊല്ലരുത്. കേട്ടില്ലേ ശാസ്ത്രികളെ? നോമിവനെ കൊല്ലരുതെന്ന് കേട്ടില്ലേ? അതിനെ പറ്റേ കൊല്ലരുതെന്ന്. കൊല്ലും. നീണ്ടാപ്പാടകലം വിട്ട് ഇനിയൊരു കീഴ്ജാതിക്കാരനും തമ്പുരാൻ കെട്ടുകൾക്ക് നേരെ കാലനക്കാൻ തോന്നാതിരിക്കാൻ നിന്നെ നമുക്ക് കൊല്ലണം. കൊണ്ടുപോകണോ നെടുവാണ്? ഞാൻ പോലും ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് മരണത്തിൽ ഭീകരമാണ്. അത് തന്നെയാണ് നോം നിനക്ക് വിധിക്കുന്ന ശിക്ഷയും. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഇവൻ പിടഞ്ഞു തീരും. എന്റെ മതം ഭാവിയിലെ തെറ്റുകൾക്കൊരു മറുമരുന്നല്ല. സ്ത്രീക്ക് ചപലമായ മനസ്സും പുരുഷനിൽ മൃഗതൃഷ്ണയും ഉള്ളോടത്തോളം കാലം ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടും. എന്നെ വധിച്ച് ദേവപ്രീതിക്ക് വേണ്ടി അവിസർപ്പിക്കേണ്ട കൈകളിൽ നരഹത്യയുടെ പാപക്കറ പുരട്ടരുത്. പാപക്കറയും വർണ്ണാശ്രമ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ശുദ്ധികർമ്മമാണ് നിന്റെ മതം. പിന്നെ ഭദ്രകാളിക്കുള്ള ബലിയും. അറിയാവുന്ന ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് മരണത്തിന് ഒരുങ്ങിക്കോ. ഇല്ല തമ്പുരാനെ, ഞാൻ ദിനം പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവത്തെ വിളിച്ച ഈ വധം നടക്കില്ല. ആരാണോ നിന്റെ ദൈവം? തമ്പുരാക്കൾക്ക് നേരെ സ്വരമുയർത്തിയാൽ നാവര്യപ്പെടുന്നവർക്കും നാഥനായ ദൈവം, വായിലാക്കുന്നിലെ എന്റെ വായപ്പൻ ദൈവം. എനിക്ക് വിളിക്കണം നിന്റെ ദൈവത്തെ. നോമിത് നിന്നെ വധിക്കാൻ പോകും. എന്തു പറ്റി കിരാതമൂർത്തി? ഇക്കണ്ട കാലം അത്രയും 100 ദേവന്മാർക്ക് വൈശ്യം നൽകിയിട്ടും 33 കോടി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും കിരാതമൂർത്തിക്ക് ദൈവം ഒരു ദൃഷ്ടാന്തവും തന്നില്ല. ഇപ്പോ ഒരു കീഴ്ജാതിക്കാരന്റെ പ്രാർത്ഥന കേട്ട ദൈവം കൈപ്പിടിയിൽ ആയുധം എടുത്തപ്പോ ആകെ ഒരു അന്താളിപ്പ് അല്ലേ? അഗ്നിഹോത്രി അല്ലേ? അതെ, മേളത്തുള്ള അഗ്നിഹോത്രി. പ്രായത്തിൽ നമുക്ക് ഏവനാണ് അഗ്നിഹോത്രിയെങ്കിലും പാണ്ടിട്ടെട്ടുന്നത് അവന്റെ മുന്നിലാണെന്ന് അറിയാം. പറയാം, ഇവിടെ ധർമാധർമ്മങ്ങൾ വിവേചിച്ചറിയാനാവാതെ ആശങ്കപ്പെടുകയാണോ? എന്തിനാണ് ആശങ്ക? എല്ലാം ഇവന്റെ മായാവിദ്യകളാണ്. ആഭാസം മാത്രമല്ല, ആഭിചാരകൻ കൂടിയാണ് ഇവൻ. കലി അടക്ക കിരാതമൂർത്തി. മഹാബ്രാഹ്മണനും മഹാമനസ്കനും വണങ്ങുന്നത് കേട്ടിട്ടുണ്ട്. ഈ സാധുവിനെ മരണത്തിന് രക്ഷിക്കണം.
ഞാൻ മൂലം ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ എന്റെ വീട്ടിൽ വളർന്ന കുഞ്ഞിന് പോലും ആ പാപത്തിന് മോചനം ഉണ്ടാവില്ല. രക്ഷിക്കണം. മരണം വിധിക്കാനും മരണത്തിൽ നിന്ന് രക്ഷിക്കാനും ഈശ്വരന് മാത്രമേ കഴിയൂ. ആ ഈശ്വരാനുഗ്രഹം ഇയാൾക്കുണ്ട്. അതിനെപ്പറ്റേ ഭാര്യ ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ നൽകില്ലേ? ഭ്രഷ്ട് കൽപ്പിച്ചതോടെ തീർന്നില്ലടോ ബന്ധം. തന്റെ ഗർഭം പേറുന്ന സ്ത്രീ എന്ന് തനിക്ക് അന്യാണ്. ഇവൾക്കുമേൽ നിങ്ങൾക്കൊരു അധികാരവുമില്ല. നേരെ അഗ്നിഹോത്രി, ഒരു അധികാരവും ബന്ധവും പറഞ്ഞ് ശിക്ഷിക്കാനും രക്ഷിക്കാനും നാം ഇനിയില്ല. മാധുക്കുട്ടി പോവുകയാണ്. നിന്റെ ഗർഭത്തിലെ കുഞ്ഞ് നോന്റെ ആണെങ്കിൽ പോലും ചെടിക്കുണ്ടിൽ നട്ട തുളസി ചെടി ആയിപ്പോയെന്ന് കരുതിക്കോളാം. ദൈവഹിതത്താലല്ലാതെ ഭൂമിയിൽ തെറ്റും ശരിയുമില്ല ശാസ്ത്രികളെ. എന്നിട്ടും ഇവരിവനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. ഇനി മതി. പരസ്പരം സ്നേഹിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കട്ടെ. അഗ്നിഹോത്രിക്ക് ഇത്രയും പാണ്ഡിത്യണ്ടെന്നൊന്നും കരുതിയില്ല. നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി ജീവിക്കാനൊന്നും അനുവദിക്കില്ല. താനിയാളെ കൊന്നേ അടങ്ങുമെന്ന്. ഇനിയും തനിക്കതിനുള്ള ആത്മധൈര്യം ഉണ്ടെങ്കിൽ കിരാതമൂർത്തി ഒന്ന് പ്രവർത്തിച്ച് കാണിക്കടോ. ഏത് തെറ്റിനും വേദഗ്രന്ഥത്തിൽ ന്യായീകരണം കാണില്ലേ ശാസ്ത്രികളെ? അധർമ്മത്തെ തോൽപ്പിക്കാനാണ് മഹത്തുക്കൾ വാളെടുത്തിട്ടുള്ളത്, അല്ലാതെ മനസ്സുകളെ പിരിക്കാനില്ല. മനുഷ്യ സഹജമായ വാസനയോ ദൈവവിധിയോ ഇവരെവിടെ നിരത്തിച്ചു. ആ ദൈവവിധിക്ക് മേലെ വിധിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട. പോയിക്കൊള്ളുക. അനുജ, എഴുന്നേൽക്ക. അനുജനെന്നോ? എന്താ, ഒരു മനുഷ്യ ജീവിക്ക് മറ്റൊരു ജീവനെ അങ്ങനെ വിളിച്ചുകൂടെ? മാത്രമല്ല, നിന്നെ തൊടുമ്പോ രക്തത്തെ തൊടുന്നൊരു തിരിച്ചറിവ്, ഏതോ ജന്മബന്ധം പോലെ. മരണം ഏറ്റുവാങ്ങാൻ മനോധൈര്യമില്ല. ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ദൈവത്തെ വിളിച്ച് കരഞ്ഞത്. ആശ്രയമറ്റ് കഴിയുന്ന ഒരു അനാഥയാണിത്. ഇവൾക്കിനി നീയേ ഉള്ളൂ പുതിയൊരു ജീവിതം നൽകാൻ. എന്താ, സമ്മതല്ലേ ഈ അരക്കുകാരന്റെ പെണ്ണാവാൻ? പറയ എങ്കിൽ പോയിക്കൊള്ള രണ്ടുപേർ. ഏത് നാടും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ വിളവിറക്കാൻ വളക്കൂറുള്ള ഒരു മണ്ണ് സ്വയം കണ്ടെത്തുക. പിന്നെ ജാതി വിളിച്ച് വേർതിരിക്കാൻ കഴിയാത്ത 100 മനുഷ്യക്കിടാങ്ങൾക്കും അവരുടെ പരമ്പരകൾക്കും ജന്മം നൽകാൻ ഒരു 100 വർഷം പാടില്ല. വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന രണ്ടാമത് നാടകം രചകൻ. നാടകരചന ഹേമന്ത് കുമാർ. ഗാനങ്ങൾ പരത്തുള്ളി രവീന്ദ്രൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ. സംഗീതം ദേവി കൃഷ്ണ. രംഗപടം വിജയൻ കടമ്പേരി. നിർമ്മാണ നിർവഹണം നാദം ബൈജു. നാടക സംവിധാനം പ്രദീപൻ. പ്രിയരെ, ഒറ്റപ്പാല ചുവട്ടിലെ സംഘർഷഭരിതമായ ആ പ്രഭാതം രചകന്റെ ജീവിതത്തെ അയാൾ പോലും നനയ്ക്കാത്തൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു. അഗ്നിഹോത്രിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി രചകനും ശ്രീമാതിയും ആതിരമ്പറ്റ ദേശം വിട്ട് യാത്രയായി. ആതിരമ്പറ്റ ദേശവും തൊട്ടടുത്ത 7 ഗ്രാമവും തീണ്ടാതെ ഭാരതപ്പുഴയുടെ തീരത്തെ ഊർവരത നിറഞ്ഞൊരു ഗ്രാമത്തിൽ അവർ ജീവിതത്തിന്റെ വിളവിറക്കാൻ ഇടം കണ്ടെത്തി. കാലാന്തരത്തിൽ പന്തിരുവർ പരസ്പരം അവരുടെ ഭ്രാതൃത്വവും ജന്മരഹസ്യവും തിരിച്ചറിഞ്ഞു. നാനാജാതികളിൽ ജീവിച്ച അവർ വൈദിക സംസ്കാരത്തിലെ വർണ്ണവ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയായി. ബ്രാഹ്മണനും പറയനും നായരും മുസ്ലിമും എല്ലാം ചേരുന്ന ഏകോദര സാഹോദര്യത്തിന്റെ സമൂർത്തതയായി മാറി പറയിപ്പറ്റ പന്തിരുകുലം. ഇപ്പോൾ ഒറ്റപ്പാല ചുവട്ടിലെ സംഭവങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾ പിന്നിട്ടു. പലായനവേളയിൽ ഗർഭവതിയായിരുന്ന ശ്രീമാതി തമ്പുരാട്ടി പ്രസവിച്ച പെൺകുഞ്ഞിന് വയസ്സ് 19. കുഞ്ഞിത്തേയി, ഭാരതപ്പുഴയിലെ പരൽമീൻ തിളക്കമുള്ളൊരു പെണ്ണ്. രചകൻ തൻ്റെ ജന്മദൗത്യം പോലെ ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ലിൽ തുണിയലക്ക് തുടർന്നു പോന്നു. ഇനി 20 വർഷങ്ങൾക്ക് ശേഷമുള്ള രചകന്റെ ജീവിതത്തിലേക്ക്.
ചെറുകിളിയെത്തനന താരാനക്കുറുമൊഴി എൻ തത്തമ്മയ്ക്കൊരു താലി പണിയാൻ തട്ടാനുള്ള കൂട്ടാണ് ചെറുകിളിയെ കിളിയെ മായാടിക്കുറുമൊഴി എൻ തത്തമ്മയ്ക്കൊരു താലി പണിയാൻ തട്ടാനെന്ന് കൂട്ടാമോ പാഴാരം പാടിപ്പോകള് പാടപ്പുഴയുടെ തീരത്ത് പരയോലം പച്ച പുതച്ചൊരു മാടപ്പുഴയുടെ ഓരത്ത് നല്ലോലത്താളി പറിക്കണ വീട് പെണ്ണിന് ചേല കൊടുക്കാമോ ചെറുകിളിയെ കിളിയെ വായാടിക്കുറുമൊഴിയെ എൻ തത്തമ്മയ്ക്കൊരു താളി പണിയാൻ തട്ടാനെന്ന് കൂട്ടാമോ ചന്തം പോൽ വേണി കഴിക്കാൻ ചന്തല്ലൊരാള് വരുന്നാൾ ആനപുതിരം ഭാര്യയുമായി രാജയോഗമാരൻ വരുന്നാൾ തട്ടാരോതിനൊക്കെയെടുത്തൊരു പൊന്നേനസുതരം ചെറുകിളിയെ കിളിയെ വായാടിക്കുറുമൊഴിയെ എൻ തത്തമ്മയ്ക്കൊരു താലി പണിയാൻ തട്ടാനെന്ന് കൂട്ടാമോ മായാടിക്കുറുമൊഴി എൻ തത്തമ്മയ്ക്കൊരു താലി പണിയാൻ തട്ടാനെന്ന് കൂട്ടാമോ പായാരം പാടിപ്പോകള് പാടപ്പുഴയുടെ തീരത്ത് പരയോലം പച്ച പുതച്ചൊരു മാടപ്പുഴയുടെ ഓരത്ത് നല്ലോലത്താളി പറിക്കണ വീട് പെണ്ണിന് ചേല കൊടുക്കാമോ ചെറുകിളിയെ കിളിയെ മായാടിക്കുറുമൊഴി എൻ തത്തമ്മയ്ക്കൊരു താലി പണിയാൻ തട്ടാനെന്ന് കൂട്ടാമോ തമ്പുരാട്ടിയമ്മേ, തുമ്പി വന്നു. കുടകരുടെ നാട്ടിലും തമിഴരുടെ നാട്ടിലും ഭാവി പറഞ്ഞ് നല്ല കാലം വരുമെന്ന് പലരെയും ആശ്വസിപ്പിച്ച് തുമ്പിയുടെ കുഞ്ഞിത്തത്തേ വന്നു. തമ്പുരാട്ടിയമ്മേ, തമ്പുരാട്ടിയമ്മേ, തുമ്പിയുടെ കുഞ്ഞിത്തത്തേ വന്നു. ഹായ് കുയില, ഞാൻ വന്നടാ. ഞാനിപ്പോ പോണോ? നീ എവിടെ നടക്കുയില്ല? കോലോത്തുന്നോ? എന്താണ് കുയില തലയില്? പിന്നെ പൂവാൻ പഴം, പിന്നെ കുറച്ച് ചക്കരട് വേണോ? വേണോന്നോ? നടന്ന് വിശന്ന് വയറ് കത്തി നിൽക്കുക. ഞാനും എന്റെ കുഞ്ഞിത്തത്തയും അല്ലെങ്കിലും കുയിലെ സ്നേഹഗാനം
താടെ കുയിലോ ആ അതെ അവന് നിറച്ചൊരു നാലുകാരി ഇത്തിരി കുറവാ വിരോധില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല പൂവമ്പഴുണ്ടല്ലോ ആ മതി. എന്നാ കുഞ്ഞി കൈ കൊണ്ട് ഇറക്കി വെക്കാൻ സഹായിക്കും. ഏറ്റ് നടുവോട് നിൽക്കാം അവിടെ ഒരു തട്ട പിടിക്കടി. പതുക്കെ 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 ചക്കരയുടെ പിടിക്കും. എന്റെ അമ്മോ ആ കാക്ക കാണിക്കല്ലേ ഞാൻ എടുത്തു. താടെ കുയില ആ അതെ മുഴുവനും തീർക്കരുത്. ആദ്യം പൂവമ്പഴം. അധികം പഴുപ്പായിട്ടില്ല. ഇപ്പൊ നായ എന്താണ് ഇത്? പൂവമ്പഴം കുറച്ച് ദിവസം തട്ടക്കും കൊടുത്തോടി. ഇനി ചക്കരയുടെ തരാം. എവിടുത്തെ ചക്കര? നിന്നെ മറ്റൊരു കൊണ്ടു കോണതാ. പിന്നെ അല്ലാതെ മനുഷ്യരുടെ വിൽപ്പനയ്ക്ക് നടുവോടിന് വരുമ്പോഴാ അവിടെ ഒരു കൊണതാരം പറത്തിന്. എടി അലക്കുകാരുടെ പാണ്ടത്തിന് അലക്ക് തുണി അല്ലാണ്ട് അവര് കാണോടി പൊക്കി കുറത്തി. കുയില തോന്നിയിട്ട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ തനിനിറം കാണും. പിന്നെ അതിന് നീ വല്ലപ്പോഴൊന്നും കുളിക്കാനല്ലേ നിന്റെ തനിനിറം കാണാൻ പറ്റും. അതെങ്ങനെയാ മേത്ത് മുഴുവൻ അട്ടപ്പാറ എത്തിയ ചെളിയല്ലേ. കുയില വേണമെങ്കിൽ നീ ഇതെടുത്തോടി. എന്നിട്ട് കഴുത്തി കെട്ടിക്കും. 8 ദേശത്തിന് സ്വന്തക്കാരനായ പുത്തേടത്ത് തമ്പുരാന്റെ നല്ല അന്തസ്സുള്ള സാധന. 3000 പറ നിലത്തിലും 30 സംബന്ധക്കാരി പെണ്ണുങ്ങൾക്കും കൂടി അവകാശിയായിട്ടുള്ള ഈ സാധനം നീ എടുത്തോടി. കുയില നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ. ഇതില്ല തന്ന സാധനം ഞാൻ ഒരിക്കലും തിരിച്ചു വാങ്ങിച്ചില്ല. നീ ധൈര്യമായിട്ട് എടുത്തു. ഇതെല്ലാം കൂടി എല്ലാം കൂടി എടുക്കരുത്. ഏതെങ്കിലും ഒന്ന് നാണ് കെട്ടണത് ഒരിക്കലും ചോദിക്കരുത്. ആ നായർക്കാകെ 2 എണ്ണുള്ളൂ. അത് കീരിയായിട്ട് നിനക്ക് പോലെ. ഭ്രാന്താ കോണക ഭ്രാന്ത്. അതെ എനിക്ക് ഭ്രാന്താ. എങ്ങനെ ഭ്രാന്ത് വരാണ്ടിരിക്കുക. കൊല്ലം കൊറയായി തുടങ്ങിയിട്ടേ രജനത്തിനോടൊപ്പം തമ്പുരാക്കളുടെ ഈ വിൽപ്പനക്കാൻ പോകുന്നു. എന്നാലോ തീരാളിപ്പെട്ട് ഒത്തിരി ഒന്നും എനിക്കൊട്ട് അലക്കാനും കിട്ടിയില്ല. എനിക്ക് അതിനുള്ള കൈത്തലക്കമായിട്ടില്ല. എനിക്ക് എപ്പോഴും കിട്ടുന്നത് ഈ കോളകം മാത്രമാണ്. എന്താ എത്ര ഇരിക്കാൻ? കുയിലിന്റെ ഗതികേട് ഓർത്ത് ചിരിച്ചതാ. അയ്യോ എനിക്കങ്ങനെ ഗതികെട്ടി ഈ കോണകലക്ക് ജന്മം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എത്ര കാലം പട്ടിണി എടുക്കുന്നു. എനിക്കറിയോ ഞാൻ എന്റെ സ്വന്തം കോണകം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളിക്കില്ല. അറിയോ അറിയോ അതെ ഇതൊരു വൃത്തിയട്ട പണിയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ പണി ഉപേക്ഷിച്ച് വല്ല മുറം നെയ്യാൻ പോയാലും തരക്കേടില്ലാതെ. പിന്നെ രചകനത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ചെറുപ്പത്തിലെ മൂപ്പരുടെ കയ്യിൽ വന്നു പെട്ട തന്നെ വളർത്തിയതും വലുതാക്കിയതും മൂപ്പരാണല്ലോ. മൂപ്പർക്ക് ഈ അലക്കെന്ന് പറഞ്ഞ എന്തോ ഒരു മഹാസംഗതിയാണ്. തമ്പുരാക്കന്മാരുടെയൊക്കെ തുണി അലക്കി പുഴവെള്ളത്തിൽ ചെളി പടരുമ്പോ അത് നോക്കി ഉറക്കെ ചിരിച്ചോണ്ട് മൂപ്പര് പറയും തമ്പുരാക്കന്മാരെ തിരുമേനിയിലെ അരിക്ക് കണ്ടോടെ കുയിരാൻ. അപ്പൊ നീ എന്ത് പറയൂ? ഞാനെന്ത് പറയാൻ? നിങ്ങൾക്ക് ഭ്രാന്താന്ന് മുഖത്ത് നോക്കി പറയാൻ പറ്റും. അച്ഛനെ പോലെ കരുതുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയണത് മോശമല്ലേ? എന്നാലും ഞാൻ മനസ്സിലും പറയും. എന്ത് രചകന് ഭ്രാന്താണോ? പിന്നെ എല്ലാത്തിനും എന്താ പറയാ? പാരമ്പര്യമായിട്ട് ഭ്രാന്തുള്ള ഒരു കുടുംബമാണല്ലോ മൂപ്പരുടെ. വരദയ്ക്ക് പറയിൽ ജനിച്ച 12 മക്കളിൽ ഒരാളാണല്ലോ ഈ എന്റെ രചകനത്തിൽ. മൂപ്പരുടെ അനുജൻ നാരായണത്തിന് സൂക്കേട്. മൂപ്പനിപ്പും കണ്ടല് വേദനയൊന്നും അല്ല, ഭ്രാന്താണ്. മുതിഞ്ഞ ഭ്രാന്ത്. നാരായണത്തിന് കല്ലുരുട്ടണ ഭ്രാന്ത്, രചകനത്തിന് തുണി അലക്കണ ഭ്രാന്ത്. നിന്റെ വിവരമില്ലായ്മ കൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നാരായണത്ത് ഭ്രാന്ത് മാത്രമല്ല, വേറെ രചകന് കൂടപ്പിറപ്പുകൾ മഹാബ്രാഹ്മണനായ അഗ്നിഹോത്രി, പെരുന്തച്ചൻ, ഉപ്പുകൂറ്റൻ, പാക്കനാര്, കാരക്കലമ്മ, ഇങ്ങനെ വേറെ 11 പേര്. അവരൊന്നും ഭ്രാന്തന്മാരല്ല, പണ്ഡിതന്മാര്, ദിവ്യന്മാരാണ്. പണ്ടാരികളായിക്കോട്ടെ. എന്തായാലും ഈ പണി അത്ര വലിയ ദിവ്യത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഈ പണി പഠിച്ച് പോയാലെന്താ? അത് പിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയിട്ട് വയസ്സാം കാലത്ത് രചകനത്തിനെ വിട്ടു പോകുമ്പോ രചകനത്തിന് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ടാ? രചകനൊന്നും തോന്നില്ല. കാരണം രചകന്റെ മനസ്സ് അങ്ങനെയാ. നീ ഇവിടം വിട്ടു പോകാത്തത് മറ്റൊരു കാരണം കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്ത് കാരണം? മുഖം നോക്കി ലക്ഷണം പറയുന്ന പുറത്തെയാ ഞാന്. നിന്റെ മുഖം നോക്കി ഞാൻ പറയട്ടെ? നീ വെറുതെ മുഖം നോക്കി അത് ഇതൊന്നും പറയണ്ട. നീ മുഖം മറക്കണ്ട, എനിക്കെല്ലാം അറിയാം. നിന്റെ മനസ്സിലൊരു മോഹമില്ലേ? എന്ത് മോഹം? രചകന്റെ മകള് കുഞ്ഞിത്തേ. കൊള്ളി വാക്ക് പറഞ്ഞാലുണ്ടല്ലോ ഉള്ളു വെച്ചിരിക്കും. കുയിലിന് നാളെ വന്നു. എന്നെങ്കിലും ഒരു ദിവസം രചകൻ അവളെ നിനക്ക് കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ചില്ലേ നീ ഇവിടെ പറ്റിക്കൂടി നിൽക്കുന്നത്? നീ ആളൊരു കൊമ്പിയാ. എന്റെ മനസ്സ് കൃത്യമായിട്ട് വായിച്ചു. അത് നിജിട്ടില്ലാത്ത കഴുതിയായിട്ട്. അതൊക്കെ പോട്ടെ. നീ എന്റെ കൈയൊന്ന് നോക്കിയേ, സംഗതി നടക്കുമോ? കൈ നോക്കണമെന്നുണ്ടെങ്കിൽ കുറപ്പിക്ക് ദക്ഷിണ തരണം. വേണ്ടതുണ്ട്. ദക്ഷിണ തരണോണ്ടല്ല. അഥവാ അത് നടക്കില്ല എന്നാണ് ഈ കൈരേഖ പറയണമെങ്കിൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. രചകരച്ചനാണ് കുഞ്ഞിത്തേയെ വളർത്തിയെങ്കിലും ആതിരമ്പറ്റ ദേശത്തെ തമ്പുരാന്റെ മോളാണ് കുഞ്ഞിത്തേയി ഈ ഗ്രാമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഒരാൾക്കാരനെ കൊണ്ട് മോളെ കെട്ടിക്കാൻ തമ്പുരാട്ടിയമ്മ സമ്മതിക്കോ? ആരുടെയും സമ്മതം അറിഞ്ഞിട്ടല്ലോ കുയില നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. കുറ്റിക്കുടി തൂവയിൽ പോലും പൂ വിരിക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്തില്ലേ നമ്മൾ ഓരോരുത്തരും
പോലും ജീവിക്കുന്നത് ഈ പുഴയാണ് നമ്മുടെയൊക്കെ മനസ്സിലും പ്രേമം നിറയ്ക്കുന്നത്. ഇവിടുത്തെ കാറ്റും കൊണ്ട് നീ വെറുതെ കണ്ണടച്ച് നിന്നാൽ മതി, നിന്റെ മനസ്സിൽ എന്റെ പെണ്ണും പ്രേമവും ഒക്കെ വന്ന് നിറയും. നേരെ തുമ്പി, ഇവിടുത്തെ കാറ്റിന് പോലും ഉണ്ട് എന്റെ കുഞ്ഞിത്തേയുടെ ചൂര്. വേദഗിരി കോവിലകത്ത് നിന്നും പൊന്നും പണവും മോഷ്ടിക്കാൻ ശ്രമിച്ച് മോഷണദ്രവ്യത്തോടെ പിടികൂടിയ ചണ്ടാലനെ ഭാരതപ്പുഴയിലെ വട്ടത്തറയിൽ വെച്ച് വേദദണ്ഡ നീതി അനുസരിച്ച് അംഗവിച്ഛേദം ചെയ്യാൻ പോകുന്നു. കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുക. കൂടുതൽ ചന്തമുള്ള കാഴ്ച കാണാൻ വട്ടത്തറയിലേക്ക് വാ. കാഴ്ചയിൽ നീ ഒരു തമ്പുരാൻ ജന്മമല്ലെന്ന് അറിയാം. നാളെ ഒരു പക്ഷെ വരേണ്യവർഗത്തിന്റെ കിരാത നീതികൾ നിന്റെ ഉടലും വട്ടത്തറയിലേക്ക് എത്തിക്കും. അന്ന് നിനക്ക് വേണ്ടി കണ്ണീരൊടുക്കാൻ ഒരധികൃതരെയും ഭൂമുഖത്ത് ബാക്കിയുണ്ടായെന്ന് വരില്ല. സഹതാപത്തോടെ എന്നെ നോക്കല്ലടാ നായെ, അടിച്ച് നടത്തടാ ഈ ചണ്ടാളനെ. വട്ടത്തറ എടുത്തപ്പോൾ പതറി നിന്നല്ലടാ വഷളം തമ്പുരാന്. ചാകും വരെയും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയും കതിരൻ. കഴുത്തുവെട്ടും നേരത്തും നിന്റെ നെറികെട്ട നീതികളുടെ മുഖത്ത് തുപ്പും കതിരൻ. കൈയും കാലും വെട്ടി പുഴയിൽ എറിയണം ഇവനെ. നടത്തടാ. പാവന്റെ പുഴ എത്ര മരണം കണ്ട് നടുങ്ങിയിരിക്കുന്ന പാവം, എത്ര നിലവിളിക്കായിട്ട് വേദനിച്ചിരിക്കുന്ന പാവം. അവരെ ഇയാളെ കൊല്ലും അല്ലേ തുമ്പി? എന്തിനാ നമ്മളതൊക്കെ അന്വേഷിക്കുന്നത്? തമ്പുരാക്കളോട് എതിർത്താൽ ഒരു പക്ഷെ അവർ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യും. ആ ഞാൻ കുഞ്ഞിത്തേക്ക് എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ. കുടക് നാട്ടിൽ നാരങ്ങ, കൈതപ്പ്, രക്തചന്ദനം ഇതെല്ലാം തരാനാ തുമ്പി വന്നത്. തുമ്പി പോയിക്കോ, ഇക്കൊന്നും വേണ്ട. അതെ, എന്തായാലും അവനാണൊരു അഹങ്കാരിയോ. എന്റെ വെറുതെ ചീത്ത വിളിച്ചു കേട്ടില്ലേ? അഹങ്കാരൊക്കെ വട്ടത്തറയിൽ വെച്ച് കയ്യും കാലും വെച്ച് കളയുമ്പോ മാറിക്കോളും. അമ്പടി, അപ്പൊ നീയും അവന്റെ ആളാണല്ലേ? നീ എന്താ ആദ്യമായി പുഴ കാണുന്ന പോലെ പുഴയിലെ വട്ടത്തറയിലേക്ക് ഒരു മോഷ്ടാവിനെ ശിക്ഷിക്കാൻ കൊണ്ടുപോയില്ലേ? അതിന് നിനക്കെന്ത് പറ്റി? തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കും, അത് സ്വാഭാവികം. നീ വന്ന് വൈകി കഴിക്കും. ഏതാ തെറ്റ് ഏതാ ശരിയെന്ന് അമ്മയ്ക്ക് പറയാനാവോ? തമ്പ്രാക്കോട് കണ്ണിലെ തെറ്റ് അയാൾക്ക് പക്ഷെ വലിയ ശരിയാണെങ്കിലോ? നീ ഇപ്പൊ അതിന് ന്യായങ്ങൾ അന്വേഷിച്ചെടുക്കുക. നിന്റെ ചെറിയ മനസ്സിൽ വലിയ വലിയ ചിന്തകൾ വേണ്ട. അല്ലെങ്കിലും നിനക്കിപ്പോ വേണ്ടാത്ത ശീലങ്ങളാ. അച്ഛനോടൊപ്പം മണ്ണാത്തി പെണ്ണുങ്ങളെ പോലെ തുണി എടുക്കാൻ പോവുക, കുന്നിൻചേരിലും തോട്ടറപ്പിലും കരിമാടിപ്പിള്ളയോടൊപ്പം അലഞ്ഞു നടക്കുക. ഇപ്പൊ ഏതോ ഒരുത്തൻ കൊള്ളരുതായിട്ട് കാണിച്ചതിന് ശിക്ഷിക്കപ്പെടുന്നതിന് വേവലാതെ പ്രണിക്കുക. നീ വാ. വയസ്സാറ് വരണോണ്ടായിരിക്കും അമ്മയ്ക്ക് ഇപ്പൊ മറവി കൂടുതലാ അല്ലേ? എനിക്കെന്ത് മറവി? എനിക്കൊരു മറവിയില്ല. ഉണ്ട്. പണ്ട് കരിമ്പനക്കുട്ടിൽ ഒറ്റപ്പാട് ചൂട്ടിൽ വെച്ച് ശിക്ഷ നടപ്പാക്കാൻ അച്ഛനെയും അമ്മയെ തമ്പ്രാക്കൾ കൊണ്ടുപോയ കഥ അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ? അതൊക്കെ അമ്മ മറന്നു. അന്ന് അമ്മ അലുക്കാരനെ സ്നേഹിച്ചത് അവർക്ക് തെറ്റും അമ്മയ്ക്ക് ശരിയുമായിരുന്നു. കഴുത്തുവട്ടം വിധിക്കപ്പെട്ട് ബലിക്കല്ലിൽ തലവെച്ച് കിടക്കുന്ന പറഞ്ഞു കേട്ട കഥയിൽ അച്ഛനെയാ അയാളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ശിക്ഷ നടപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ, എന്റെ അമ്മ അനാഥയാക്കപ്പെട്ടിരുന്നുവെങ്കിൽ അമ്മ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തോ ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല. പിന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് കേമായിട്ടൊരു ജീവിതം നേടുന്നൊരു തോന്നലില്ല. എന്നിട്ട് അച്ഛനോടൊക്കെ നാടുവിട്ട് പോരേണ്ടി വന്നപ്പോ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തേണ്ടി വന്നെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടല്ലേ? കുഞ്ഞിട്ടേ, കോവിലൊക്കെ സുഖജീവിതം വിട്ട് രാജന്റെ കുടിൽ കഴിയേണ്ടി വന്നതിൽ അമ്മയ്ക്ക് അമർഷമുണ്ടല്ലേ? എന്ന് ഞാൻ പറഞ്ഞു. നീ എന്തൊക്കെ ചിന്തിച്ചു? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ തമ്പ്രാട്ടിന് മേൽക്കോന്ന മനസ്സാ. പാവങ്ങളുടെ സങ്കടത്ത് മനസ്സറിയാത്ത തമ്പ്രാക്കള മനസ്സ്. കുഞ്ഞിട്ടേ, അച്ഛൻ പറഞ്ഞു തന്ന കഥകളാ നിന്റെ മനസ്സിൽ തമ്പുരാക്കളുള്ള പകയറ്റത്. ആ മനസ്സ് വെച്ച് നീ മേൽജാതിക്കാരായ അമ്മയെ പോലെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നതേ. പക്ഷെ നീ മറന്നു പോവേണ്ട, നീ ഒരു തമ്പുരാന്റെ മോളാണ്. അല്ല, രജകന്റെ മോളല്ല. അനക്കുകാണ് രജകൻ വിഴുപ്പലിക്ക് പോറ്റി വളർത്തിയ മോള്. ഇത്രയും കാലം രജകൻ ചുമന്ന ഏതോ തമ്പുരാന്റെ വിഴുപ്പമ്മേ. അമ്മയും ഞാനും ഒരു ജന്മത്തിന്റെ ദുരിതം മുഴുവൻ ചുമലിൽ കൂനായി വളർന്നതുപോലെ ചുമലിൽ എന്നും വിഴുപ്പ് പാണ്ഡവുമായി കാണാറുള്ള ആ മനുഷ്യനാ എന്റെ അച്ഛൻ രജകൻ. ഭാരം ചുമക്കാൻ ആ പാട് അത് അത്താണിപ്പുറത്ത് ഇറക്കി വെക്കാനും അഴുക്ക് ചാലിൽ എറിഞ്ഞു കളയാനും എളുപ്പാ. കേട്ടിട്ടില്ലേ എന്റെ അനുജൻ നാറാണത്ത് മലമുകളിലേക്ക് കല്ലുരുട്ടിയേറ്റി താഴേക്ക് തള്ളിവിട്ട് ആർത്ത് വിളിക്കാറുള്ളത്? അവൻ സങ്കല്പങ്ങളുടെ ഭ്രാന്തിനടിമ, ഞാൻ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾക്കടിമ.
എന്താ രണ്ടുപേരുടെയും മുഖം ചേർന്ന് വീണ ചേല പോലെ തെളിച്ചമില്ലാണ്ട്? വിസ്തരിക്ക എന്ന് മോളാണ് ഇത്രയും നേരം ഒരു ബ്രാഹ്മണ സ്ത്രീ മോളായത് മോൾക്ക് കുറച്ചിലുണ്ടത്. നാളെ ഒരു വിഴുപ്പാണ് കിട്ടാന്നുള്ളൂ. ഞാനും പോകാൻ തുണി എടുക്കാൻ. നീ അമ്മയോട് അങ്ങനെ പറഞ്ഞോ കുഞ്ഞിത്തേ? ഇല്ലെത്തുന്ന സമുദായത്തിനും പിറന്ന ഗ്രാമത്തിൽ പോലും ഭ്രഷ്ടയക്കപ്പെട്ടപ്പോൾ ആശ്രയം ഇവിടുന്ന് മാത്രം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ദൈവത്തെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ. ഇനി ഇത് കാണും ചെയ്യണം. ഇടയായി കുറുമ്പ് നിരക്കത്തിരി കൂടിയിട്ടുണ്ട്. എന്തൊക്കെയോ കൊള്ളിവാക്കുകൾ പറഞ്ഞ് നീ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാ നല്ല കുട്ടികള്. ആത്മാർത്ഥം എന്ന് ദേഷ്യപ്പെടാൻ പോലും അറിയാത്തൊരു പാവന്റെ അച്ഛൻ അമ്മ എന്തെന്നെ ഓർമ്മിപ്പിച്ചിരുന്നു ഞാൻ അച്ഛന്റെ മോളല്ലെന്ന്. അമ്മ പറഞ്ഞതും സത്യം. പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച മറ്റൊരു സത്യമുണ്ട്. മുലയൂട്ടിയ പെണ്ണേതോ അതാ അമ്മ. തലോടി കൈപിടിച്ച് നടത്തിച്ച കയ്യാരുടേതോ അതാ അച്ഛൻ. മഹാബ്രാഹ്മണനായ വരരുചിയെ പറയ്ക്ക് 12 മക്കൾ പിറന്നപ്പോ 12 ഉപേക്ഷിക്കാൻ പറഞ്ഞു വരരുചി. 12 അച്ഛനമ്മമാരാ ഞങ്ങളെ വളർത്തിയത്. വിക്രമാദിത്യ രാജസദസ്സിലെ ആസ്ഥാന പണ്ഡിതരായ വരരുചി അല്ല എന്റെ അച്ഛൻ. എന്നെ എടുത്തു വളർത്തിയ നന്മ നിറഞ്ഞ വെളുത്തേടൻ നാടുവിന്റെ മകനാ ഞാൻ. ബ്രാഹ്മണധാർഷ്ട്യത്തിന് മുൻപിൽ മാതൃത്വം പറയാൻ വെച്ച പറയിയായ പഞ്ചമിയെ എനിക്ക് അമ്മയൊന്നും വിളിക്കാനാവില്ല. മക്കളിൽ ഒരുവനായി കണ്ടെന്നെ മുലയൂട്ടിയ വെളുത്തേടത്തി പാറുവായ എനിക്കമ്മ. അതുപോലെ തന്നെ ജന്മം നൽകാനായില്ലെങ്കിലും ഈ നെഞ്ചിലിട്ടുറക്കിയ ഞാൻ തന്നെയല്ലേ എന്റെ കുഞ്ഞിത്തേക്ക് അച്ഛൻ. അതെ, അതുകൊണ്ട് തന്നെയാ ആരല്ലെന്ന് പറയുമ്പോഴും കുഞ്ഞിത്തേക്ക് ദേഷ്യം വരണേ. ഇനി അങ്ങനെ ദേഷ്യം വരരുത്. മനസ്സിലൊന്ന് ഉറച്ചു കഴിഞ്ഞാ പിന്നെ ആര് നിഷേധിച്ചാലെന്താ? പാവാവിന്റെ എടുത്തു ചാട്ടക്കാരി ചെന്ന് ആശ്വസിപ്പിച്ചേ. എന്നെ തേടി ആ തമ്പുരാന്റെ ആളുകൾ എടുത്തു. എനിക്കിവിടെ അഭ്യന്തരം. ആരാ നീ? ഞാൻ കതിരൻ. കുറച്ച് പോട്ടത്തിലേക്ക് കയ്യിക്കാരും വെട്ടാൻ കൊണ്ടുപോയ കള്ളനാവൻ. നേരാണോ? നേരാണ്. വേദഗിരി കോവിലൊക്കെ തൊളിച്ചു കഴിഞ്ഞ് ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. വേദഗിരി ഗ്രാമത്തിലെ 500ഓളം വരുന്ന പുലയച്ചാളുകൾ മുഴുവൻ പട്ടിണിയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ മോഷണത്തിൽ ഒഴുകിയത്. പാശമമായി പോയി. ഞാൻ പിടിക്കപ്പെട്ടു. പക്ഷേ വട്ടത്തറയിൽ വെച്ച് എന്റെ ശിക്ഷ നടപ്പാക്കും മുമ്പേ തമ്പുരാനെ 2 പടന്മാരെ ഞാൻ വെട്ടി വീഴ്ത്തി. പറഞ്ഞുവിടി തമ്പുരാക്കളാണ് നമ്മുടെ കാലം. ഈ ഭീരുവിന്റെ വാക്ക് കേട്ടാണ് പ്രവർത്തിക്കുന്നത്. മരണം കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടാനില്ല. ജീവിതം കൊണ്ട് എനിക്ക് മാത്രമായിട്ടൊന്നും നേടാനുമില്ല. അടിച്ചമർത്തപ്പെട്ട എന്റെ കീഴാള വർഗത്തിന് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു വീർപ്പിൽ അങ്ങനെ പറഞ്ഞു തീർക്കാനാവാത്ത കുറെ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്റെ ജീവൻ സംരക്ഷിക്കാൻ അങ്ങനെ സഹായിക്കണം. വരും കാലത്ത് നീ നടത്താനിരിക്കുന്ന പോരാട്ടങ്ങൾ കൊളിത്താവളമാക്കാം രചകന്റെ കൂടെ എന്ന് നിനക്ക് തോന്നാനെന്താ കാരണം? ഞാനൊരു അലക്കുകാരനാ, പോരാളിയല്ല. അധകൃത വർഗത്തിന്റെ മോചനം എന്റെ സ്വപ്നവുമല്ല. എന്റെ കുടുംബത്തിന്റെ സന്തോഷം മാത്രമാണ് എനിക്ക് വലുത്. മേലാള വർഗത്തിന്റെ നെറുകേടുകളോടുള്ള പകയോടെ വിഴുപ്പുകല്ലിൽ തുണിയാനി തരുന്ന രചകന്റെ പുകയുന്ന മനസ്സ് എനിക്കറിയാം. തന്തിരുകുലത്തിൽ പിറന്നൊരുത്തനും പാവപ്പെട്ടവന്റെ കണ്ണീര് നേരെ കണ്ണടയ്ക്കാനാവില്ലെന്നും എനിക്കറിയാം. പാക്കനാരും ഉപ്പുകുറ്റനും മമതനും എല്ലാം കാണിച്ചു തന്ന വഴിയിൽ പതറി നിൽക്കുന്ന എന്നെ കൈവിടാൻ രചകനാവില്ല. അതല്ല, അങ്ങ് പറഞ്ഞ നേരാണെങ്കിൽ ഞാനിതാ തമ്പുരാക്കൾക്ക് പിടികൊടുക്കാൻ പോവാ. ഈ പുഴക്കരയിൽ വെച്ച് തമ്പുരാക്കളന്റെ കഴുത്ത് വെട്ടുമ്പോൾ അഭയം തേടി വന്നവനെ കൈയൊഴുതിലൊട്ട് മനസാക്ഷി കുത്തില്ലാതെ കണ്ടു നിൽക്കണം രചകൻ. തമ്പുരാക്കൾക്ക് പിടികൊടുത്തു മരണം മരിക്കാനോടുന്ന നീയോ ധീരൻ? കാലവന്റെ ചുമലിൽ കെട്ടിവെച്ച ഭാരങ്ങളുടെ ഭാണ്ഡത്തോടൊപ്പം ഞാൻ നിന്നെയും ചുമക്കാം. രചകൻ നിനക്ക് അഭയം തന്നിരിക്കുന്നു. ഒരാളിയായി കണ്ടല്ല, എടുത്തുചാട്ടക്കാരനായ ഒരു അറിവില്ലാത്ത മകനെന്ന് കരുതി.
കുയില, അയ്യോ ഞാൻ കുയിലനല്ലേ, ഞാനൊരു വഴിപോക്കനാണ്. ഈ വീടായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. കുയില. പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആളെ ഉറക്കെ വിളിച്ച് പേടിപ്പിക്കുന്ന പോലെ കാര്യം പേടിച്ചു. നിനക്ക് എന്ത് പറ്റിയ കുയില? എപ്പോഴാ ആരാ വന്ന് കഴുത്ത് വെട്ടാതെ പേടിച്ചു നിൽക്കാൻ ഞാൻ. ഈ കത്തി എന്തിനാന്നറിയോ? അവര് കഴുത്ത് വെട്ടിക്കൊല്ലൂന്ന് ഉറപ്പായ സ്വയം കുത്തി ചാകാനാ. എന്റെ കഴുത്തിന് നീരിറങ്ങി വേദന ആയതുകൊണ്ട് കഴുത്ത് വെട്ടിക്കൊല്ലുമ്പോ വല്ലാണ്ട് വേദനിക്കും. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല കുയില. നിനക്ക് ഭ്രാന്ത് പിടിച്ചോടാ. ഭ്രാന്ത് നിന്റെ അച്ഛന്. എന്റെ അച്ഛന് ഭ്രാന്തല്ല, തൊള്ളിതീന. അയ്യോ നിന്റെ അച്ഛനെ പാസ് കേടുണ്ടല്ലേ. അല്ല ഞാനെന്തിനു പാവം നിന്റെ അച്ഛനെ പറയണം? ഭ്രാന്ത് പോലെ രാജാവ് ഇവിടെ അല്ലേ? ആ എന്റെ ലക്ഷണച്ചൻ കഷ്ടകാലത്തിന് കിടക്കപ്പായം ചോറും കൊടുത്ത് ഈ കുടി കയറ്റി പാർപ്പിച്ചിരിക്കും എന്റെ മൂപ്പര്. ആ മനുഷ്യന്റെ ഭ്രാന്തിന് ബാക്കിയുള്ളവരാണ് അനുഭവിക്കാൻ പോണത്. ഒന്നെങ്കിൽ നീ കാര്യം തെളിച്ച് പറയാ, അല്ലെങ്കിൽ നാം അടക്കി മിണ്ടാത്ത നിന്റെ പാട്ടിന് പോവുക. എനിക്ക് കുഞ്ഞിത്തേക്ക് ഒന്ന് കാണണം. ആ പൊക്കോ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ വീടാ. ആ പിന്നെ ഞാൻ കണ്ടുമാല മുത്തുമാലയൊക്കെ എടുത്ത് ആരേക്ക് എത്തിച്ചോ. തല പോയാ പിന്നെ അത് കഴുത്തിലും കിടക്കൂല തുമ്പിയേ. ഇപ്പൊ എന്റെ കഴുത്ത് പോയാൽ എന്റെ കഴുത്ത് പോകുന്നോ? എന്താണ് കുയില ഈ പറയുന്നത്? തുമ്പി എന്റെ രചകനത്തിൽ ചെയ്തിരിക്കുന്ന ഒരു മഹാബദ്ധം കേൾക്കണോ നിനക്ക്? പറയണ കുയില. നിനക്കത് കേൾക്കണല്ലേ? കടന്നുപാടി ഏർപ്പെട്ടോളെ. ആ നാട് മുഴുവൻ നാവാടി നടക്കണം. നിന്നോട് ഞാനത് പറഞ്ഞിട്ട് വേണം നിനക്കത് നാട് മുഴുവൻ പാട്ടാക്കാൻ. നിന്നോട് ഞാനത് പറയാതിരുന്ന 4 ദിവസം കൂടുതൽ ജീവിക്കാം. നിന്നോട് പറഞ്ഞ നാളെ തന്നെ മരിക്കാം. എന്തായാലും പറയണ കുയില. ഞാൻ ആരോടും പറയില്ല. ആരോടും പറയുന്നില്ല. ഇല്ല. സത്യമാണല്ല. സത്യം. എന്റെ അമ്മോ തുമ്പി നിന്റെ സത്യത്തിന് ഇപ്പൊ എന്താ ഒരു കനം. പറയണ കുയില. ഇതേ കട്ടൻകോറിന്റെ കെട്ടിയോൾക്ക് പൈപ്പിലുണ്ടായി എന്ന് പറയണ പോലത്തെ നിസ്സാര കാര്യമല്ല. ആ ഒരു തമ്പുരാനെയും 2 ഭടന്മാരെയും വെട്ടിക്കൊന്ന നീചനായ ഒരു ചണ്ടാലയാ എന്റെ രചകരത്തിന് ഈ കുടി കയറ്റി പാർപ്പിച്ചിരിക്കണം. അയ്യോ തുമ്പി ഞാനിപ്പോ നിന്നോട് വല്ലത് പറഞ്ഞു. നീ ഇപ്പൊ വല്ലത് കേട്ടാ? ഒന്നും ഉണ്ടായിട്ടില്ലാട്ടാ. നിന്നെ നഷ്ടമാക്കാൻ അവിടെ വിളിച്ചു വരുത്തിയാടുന്നു. തുമ്പി നീ ഏട്ടത് ആരോടും പറയരുത്. ഇല്ല കുഞ്ഞിതേ, കൈ നോക്കി കള്ളം പറയുന്നല്ലാതെ ആർക്കും ദ്രോഹം പറഞ്ഞു തന്നു ഈ തുമ്പി പറയില്ല. ചോദിക്കട്ടെ, ആരെയാ രജകിനി ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം പുഴയിലെ പട്ടത്തറയിലേക്ക് ശിക്ഷ നടപ്പാക്കാൻ കൊണ്ടുപോയി ചെറുപ്പക്കാരനില്ലേ? ശിക്ഷ നടപ്പാക്കാൻ കൊണ്ടുപോയ കള്ളൻ അങ്ങനെ പറഞ്ഞാ മതി. പറഞ്ഞത് നന്നാക്കണ്ട. അയാളിൽ എന്റെ നന്മ കാണാതെ അച്ഛനോട് നിർത്തില്ല. കള്ളനില് നന്മ തുമ്പി അയാൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു നിഷേധിച്ച ദാക്ഷത്തിനുള്ളിൽ പോലും ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത അയാളിലുണ്ടായിരുന്നു. പിന്നെ ചോറൂണ് പോലും കഴിയാത്തൊരു കുട്ടിയുടെ മോന്തയാവന് കുട്ടികൾ ചെയ്യണ പണിയാണല്ലോ അവൻ ചെയ്തു വെച്ചേക്കണത്. കുഞ്ഞിത്തേയി നിനക്ക് വിവരില്ലാത്തോണ്ട് അങ്ങനെ പലതും തോന്നും. നീ സൂക്ഷിച്ചോ. ആ ലോകത്തൊരു മനുഷ്യന് വേണ്ട എല്ലാ കൊള്ളരായ്മയും അവനുണ്ട്. മോഷണം, കൊലപാതകം, പിന്നെ സ്വാഭാവികമായിട്ട് പെണ്ണുപിടുത്തം ഉണ്ടാവണമല്ല. കാര്യം പറഞ്ഞപ്പോ കുഞ്ഞിത്തേക്ക് പിടിച്ചില്ല. കുയിലിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് പേടി? വേദഗിരി കോലത്തു നിന്ന് സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ച ആ കള്ളൻ കുഞ്ഞിത്തേയുടെ മനസ്സ് മോഷ്ടിക്കുന്ന ഇവന്റെ പേര്. മനസ്സല്ല മാനം. തുമ്മിക്കത് ഭ്രാന്തുണ്ടോ? പുകയൊരു മനസ്സിലായുള്ളത്. നന്നായി. പിന്നെ ഈ വീടും കത്തും. ആരോടുള്ള പകയും പാവങ്ങളോട് സ്നേഹവും മാത്രം മനസ്സില്. അതിന് മറ്റു ചിന്തകളൊന്നും ഉണ്ടാകാൻ ഇടയില്ല. എനിക്ക് ഉറപ്പുണ്ട് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആ ഉദ്ധരിച്ചതുപോലുള്ള ഒരു വിശേഷ ജന്മയാണത്. ആ വിശേഷ ജന്മം 100 മുളന്തണ്ടൊക്കെ ആയിട്ട് അമരയ്ക്ക് പന്തലിടാൻ വന്ന് കേറിയപ്പോഴേക്കും കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയല്ലേ കള്ളൻ. നന്നായി. ഇത് അമരയ്ക്ക് പന്തലിടാനല്ലോ, പിന്നെ എന്തിനാണ് ആളെ കൊല്ലാനാ. ആളെയല്ല, ആൾ രൂപം ചെകുത്താന്റെ മനസ്സുമുള്ള ഏത് ജീവനിലും കുത്തി ഇറക്കാൻ. അപ്പൊ ഈ ആളെ കൊല്ലണ ഏർപ്പാട് നിർത്താനുള്ള പരിപാടി ഇല്ലല്ലേ? തിന്മയെ പലപ്പോഴും ചോരച്ചാലിൽ ഒടുക്കിക്കളയേണ്ടി വരും. നന്മയെ ചിലപ്പോ ചോരക്കറയിൽ ഉറപ്പിക്കേണ്ടിയും വരും. ഏതാ? ഞാൻ തുമ്പി. ആഹാ, അപ്പൊ പാറി നടക്കുന്നവളാണ്. പാറി നടക്കുന്ന തുമ്പികൾക്കെന്നും ചുണ്ടിലൊരു പാട്ടും പാട്ടിലൊരു കഥയുമുണ്ട്. ആ കഥ നാളെ ഒളിവിൽ പാർക്കുന്ന എന്നെ കുറിച്ചാവോ തുമ്പി? ഒരിക്കലും ഇല്ല. പാവങ്ങൾക്ക് വേണ്ടി പടക്കിറങ്ങിയ ആളാണെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളും പാവങ്ങളല്ലേ, അപ്പൊ പിന്നെ ഞാൻ പറയും. നല്ലത്. പിന്നെ കുഞ്ഞിത്തേരി എന്താ പറഞ്ഞത്? ഞാനൊരു വിശേഷ ജന്മാണ്. ദേവസമനായ രചകന്റെ മോളിനെ അങ്ങനെ പറഞ്ഞതിനെ പരിഹസിക്കരുത്. ഇതൊരു സാധാരണ ജന്മ. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ജീവിതങ്ങളുടെ യാതനകളും വേദനകളും സഹിക്കാനാവാത്തതും
സാധാരണ രീതിയിൽ പ്രതികരിക്കുന്നതും. ഈ സാധാരണ രീതിയിലുള്ള ഈ പ്രതികരണം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇല്ല, പറഞ്ഞത് പരിഹാസമായി തോന്നിയെങ്കിൽ ക്ഷമിക്കൂ. അച്ഛൻ തിരക്കിയിരുന്നു. കുറച്ചു നാളത്തേക്കെങ്കിലും പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ വിശപ്പുണ്ടെങ്കിൽ വന്നോളൂ, കഞ്ഞി എടുത്തു വെക്കാം. ഇതേയ്, ഇന്നലെ വന്ന് ഇവനെ കഞ്ഞി കുടിക്കാൻ വിളിച്ചപ്പോ ഈ കുടുംബത്തിന് കഞ്ഞി കുടിക്കാൻ വേണ്ടി കോണകമലക്കണ എനിക്കും വിശപ്പും ദാഹമുണ്ടെന്ന് നീ മനസ്സിലാക്കിയില്ലല്ലേ? കുഞ്ഞിന്റെ ഈ പോകാൻ വരട്ടെ. ഈ നിൽക്കുന്ന ആളെ ശിക്ഷിക്കാൻ കൊണ്ടുപോകുന്നത് കണ്ട് മനസ്സ് വേദനിച്ചല്ലേ അന്ന് ഞാൻ കൊണ്ടുവന്ന സമ്മാനം വേണ്ടെന്ന് പറഞ്ഞത്. ഇതേ ഇപ്പോൾ ജീവനോട് തിരിച്ചെത്തിയല്ലോ. ഇനി ഇത് വാങ്ങിക്കും. കുടക് നാട്ടിലെ നാരങ്ങ. അത് കഴിച്ചാൽ നാരങ്ങയുടെ തങ്കം നിറം വരും. ഉടുപ്പിൽ പൊതിഞ്ഞു വെക്കാൻ കൈതപ്പൂ. കുഞ്ഞിത്തേയി വരുമ്പോ പാറ്റിന് പോലും സുഗന്ധമുണ്ടാവണം. പിന്നെ മോഹത്തിന്റെ മൂക്കൊരു മുളച്ച് തുടങ്ങി കുഞ്ഞിത്തേക്ക്. അത് മാറ്റി കളയാൻ രക്തചന്ദ്രൻ. മോഹങ്ങളും പ്രതീക്ഷകളുമാണ് മനുഷ്യ ജീവിക്കാനുള്ള പ്രചോദനം. അതുകൊണ്ട് രക്തചന്ദ്രൻ തേച്ച് മോഹക്കുരുക്കൾ മാറ്റി കളയണം. പെണ്ണുങ്ങൾ പോകുമ്പോ പിറകി നോക്കണം. തൂക്കേടുണ്ടല്ലോ നിനക്ക്. ഞാൻ പറഞ്ഞില്ലേ തുമ്പി, ഇവൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ നീ. എന്താ ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ? എനിക്കറിയാൻ പാടില്ല. ഞാനൊരു വിവരമില്ലാത്തവനായി പോയില്ലേ, നിറമില്ലാത്തവന്. എങ്കിൽ പിന്നെ നീ ഉണ്ടാതിരിക്കേ. അയ്യോ, തുളുന്ന